അഡ്ജൂഡിക്കേഷനും അപ്പീലും. അപ്പോൾ അഡ്ജൂഡിക്കേഷൻ എന്ന് പറയുന്നത് ആരാ, എന്താണ്? എന്ത് എന്ത് അഡ്ജൂഡിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, അതിൻ്റെ ഓർഡർ കൊടുക്കുക, അതാണ് അഡ്ജൂഡിക്കേഷനോട് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷമുള്ള അപ്പീലും, ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിൽ ഉള്ളത്. നൗ ആർക്കാണ് ഓർഡർ കൊടുക്കാനും പെനാലിറ്റി കൊടുക്കാനും ഒക്കെയുള്ള പവേഴ്സ് ആർക്കാണുള്ളത്? അഡ്ജൂഡിക്കേറ്റിംഗ് ഓഫീസർക്കാണുള്ളത്. അവരത് ഓർഡർ കൊടുക്കുമ്പോൾ എന്തിൻ്റെ ബേസിലായിരിക്കണം? ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൻ്റെ ബേസിൽ ആയിരിക്കണം. ഓക്കെ, ദെൻ ഇന്റർമീഡിയറ്റ് അഫയേഴ്സ് റോങ് ആയിട്ടുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ, ഇൻവെസ്റ്റേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാനായിരിക്കണം അഡ്ജൂഡിക്കേറ്റിംഗ് ഓഫീസർ ജുഡീഷ്യൽ ഡിസിഷൻസ് എടുക്കേണ്ടത്. പ്രോപ്പർ മാനേജ്മെന്റ് ഓഫ് ഇന്റർമീഡിയറിക്ക് വേണ്ടിയിട്ടും അവർക്ക് എന്ത് ചെയ്യാം? ഓർഡറുകൾ കൊടുക്കാം. അപ്പൊ 3 കാര്യങ്ങൾ എന്താ? ഒന്ന് ഇൻട്രസ്റ്റ് ഓഫ് ദി ഇൻവെസ്റ്റർ, 2 ഇന്റർമീഡിയറിനെ കൺട്രോൾ ചെയ്യുക, എന്തിനു വേണ്ടിയിട്ട്? ഇൻട്രസ്റ്റ് ഓഫ് ദി ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട്. മൂന്നാമതായിട്ട് പ്രോപ്പറായിട്ട് ഇന്റർമീഡിയറി പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് അവർ ഓർഡേഴ്സ് ഇഷ്യൂ ചെയ്യാറ്. ദെൻ പവേഴ്സ് ഓഫ് അഡ്ജൂഡിക്കേറ്റിംഗ് ഓഫീസർ എന്തൊക്കെയാണ്? ഡിവിഷണൽ ചീഫിന്റെ റാങ്കിനോട് തുല്യമോ മുകളിലോ ഉള്ളൊരു വ്യക്തിയായിരിക്കും ആര്? അഡ്ജൂഡിക്കേറ്റിംഗ് ഓഫീസർ എന്ന് പറയുന്നത്. ദെൻ അവരുടെ ഇതാണ് പറയുന്നത്, ഒന്ന് എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ്, പാസ് നെസസറി ഓർഡർ, ഇതൊക്കെ ആരുടെ പവേഴ്സാ? അഡ്ജൂഡിക്കേഷൻ ഓഫീസറുടെ പവേഴ്സ് ആണ്. ദെൻ മോഡിഫിക്കേഷൻ, അഡ്ജൂഡിക്കേറ്റിംഗ് ഓഫീസർ ഇഷ്യൂ ചെയ്ത ഓർഡറിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ സെബിക്ക് അത് എന്ത് ചെയ്യാം? മോഡിഫൈ ചെയ്യാനുള്ള അധികാരം ഉണ്ട്. മോഡിഫൈ ചെയ്യേണ്ടത് എപ്പോഴാ? ഓർഡർ പാസ് ചെയ്ത് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്ത് 3 മാസത്തിന്റെ ഉള്ളിൽ മോഡിഫിക്കേഷൻ നടത്തിയിരിക്കണം. ഓക്കെ, ദെൻ എന്തിനു ശേഷം മാത്രമേ ഓർഡേഴ്സ് പാസ് ചെയ്യാൻ പാടുള്ളൂ? ഓപ്പർച്യൂണിറ്റി ഓഫ് ബീയിങ് ഹേർഡ് കൊടുത്തതിന് ശേഷം മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഇൻക്വയറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സെബിയുടെ ഇൻക്വയറി പ്രൊസീജിയേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സോ ആദ്യം കൊടുക്കുക എന്താ? ഷോക്കോസ് നോട്ടീസ് ആണ് കൊടുക്കുക. ആരാണ് സെൻഡ് ചെയ്യുന്നത്? ഒന്നെങ്കിൽ സെബി, അല്ലെങ്കിൽ അഡ്ജൂഡിക്കേറ്റിംഗ് ഓഫീസർ, അല്ലെങ്കിൽ ഈ കമ്പനി, അല്ലെങ്കിൽ ഇന്റർമീഡിയറി. ഓക്കെ ഓക്കെ, എന്താണ് അതിൽ പറഞ്ഞിട്ടുണ്ടാവുക? നേച്ചർ ഓഫ് ഡിഫോൾട്ടും അതിന്റെ പണിഷ്മെന്റും അതിൽ പറഞ്ഞിട്ട് ഉണ്ടാവും. ദെൻ ദർ വിൽ ബി എ ഡേറ്റ് ഓഫ് അപ്പിയറൻസ്. എപ്പോഴാണ് ഡേറ്റ് ഓഫ് അപ്പിയറൻസ്? ഈ നോട്ടീസ് കൊടുത്ത് 14 ദിവസത്തിന്റെ ഉള്ളിൽ അപ്പിയർ ആയിട്ട് ഉണ്ടാവണം. നൗ കമ്പനിക്കോ ഇന്റർമീഡിയറിക്കോ ഒരു ലോയറോ മുമ്പാകെയോ പ്രൊഫഷണൽ മുമ്പാകെയോ ഓതറൈസ്ഡ് റെപ്രസെന്റേറ്റീവ് ആക്കിയിട്ട് അവരെ അപ്പിയർ ചെയ്യിക്കാവുന്നതാണ്. അതായത് ഒരു CA കാരനെയോ അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റിനെയോ ഒരു ഇന്റർമീഡിയറി അല്ലെങ്കിൽ അവരുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് അവരിലൂടെ അപ്പിയർ ആവാൻ പറ്റുന്നത് ആണ്. നോട്ടീസിലെ കണ്ടന്റ് എന്താണ്? എന്തൊക്കെയാണ് ഒഫൻസ്, അതിന്റെ പണിഷ്മെന്റ് എന്നുള്ള മുമ്പ് പറഞ്ഞ തന്നെ അത് നോട്ടീസിൽ ഉൾക്കൊള്ളിച്ചിട്ട് ഉണ്ടാവണം. ഓക്കെ, ദെൻ അറ്റൻഡൻസ് എൻഫോഴ്സ് ചെയ്യാൻ, അതായത് അവർ വന്നിട്ടില്ലെങ്കിൽ അവരെ വരുത്താനുള്ള പവേഴ്സ് ആർക്കാണുള്ളത്? സെബിക്കാണ് ഉള്ളത്. അതായത് അറസ്റ്റ് ചെയ്തിട്ടോ മറ്റോ അവരെ കൊണ്ടുവരാനുള്ള പവേഴ്സ് ആർക്കാണുള്ളത്? സെബിക്കാണ് ഉള്ളത്. ഓക്കെ, പിന്നെന്ത് പവർ അഡ്ജൂഡിക്കേറ്റിംഗ് ഓഫീസർക്ക് ഉള്ളത്? ഡോക്യുമെന്റ്സ് സമൻ ചെയ്ത് ഡോക്യുമെന്റ്സ് ഹാജരാക്കാൻ പറയാനുള്ള അധികാരം ആർക്കുണ്ട്? അഡ്ജൂഡിക്കേറ്റിംഗ് ഓഫീസർക്ക് ഉണ്ട്. ദെൻ ഓർഡർ പാസ് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? അഡ്ജൂഡിക്കേറ്റിംഗ് ഓഫീസർക്ക് ഉണ്ട്. ഈവൻ ദോ സെബിക്ക് അത് മോഡിഫൈ ചെയ്യാനുള്ള അധികാരം ഉണ്ടെങ്കിലും അഡ്ജൂഡിക്കേറ്റിംഗ് ഓഫീസർക്ക് ഓർഡർ പാസ്സാക്കാനുള്ള അധികാരം ഉണ്ട്. ഓക്കെ, ഇനി പെനാൽറ്റി ഡിറ്റർമിൻ ചെയ്യുമ്പോൾ എന്തിന്റെ ബേസിലാണ് പെനാൽറ്റി ഡിറ്റർമിൻ ചെയ്യേണ്ടത്? അൺഫെയർ ഗെയിൻ ഉണ്ടോ ഒരാൾക്ക്? ലോസ് എത്ര കൗണ്ടർ പാർട്ടി സഫർ ചെയ്തു? അതേപോലെ തന്നെ ജയിൽ സെന്റൻസിങ്ങോ ഇംപ്രിസൺമെന്റോ കാര്യങ്ങളോ വരുന്നുണ്ടോ? ദെൻ ഈ കാര്യങ്ങളുടെ ബേസിലായിരിക്കണം എന്ത് ക്രിയേറ്റ് ചെയ്യേണ്ടത്? പെനാലിറ്റിയുടെ ക്വാണ്ടം എത്രയാണെന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി പെനാലിറ്റി എങ്ങോട്ടാ പോകുന്നത്? കൺസോളിഡേറ്റഡ് ഫണ്ട്സ് ഓഫ് ഇന്ത്യയിലേക്കാണ് ഈ പെനാലിറ്റി എമൗണ്ട് എല്ലാം പോയി ചേരുക. ദെൻ ഓർഡർ ഓഫ് ദ ബോർഡ് ഓർ അഡ്ജൂഡിക്കേറ്റിംഗ് ഓഫീസർ. ഓക്കെ, ദെൻ എന്തൊക്കെ ഓർഡർ ആവാം? പെനാലിറ്റി ഇമ്പോസ് ചെയ്യുന്ന ഓർഡർ ആവാം. ഓക്കെ,
ഓർഡർ ഇൻ റൈറ്റിംഗ് ആയിരിക്കണം. പെനാൽറ്റി ഓർഡർ കൊടുക്കുമ്പോൾ അതെന്തായിരിക്കണം? ഓർഡർ ഇൻ റൈറ്റിംഗ് ആയിരിക്കണം. എത്രയാണ് ക്വാണ്ടം ഓഫ് പെനാൽറ്റി, എന്തിന്റെ ബേസിലാന്നുള്ളത് വീണ്ടും ഇവിടെ പറയുന്നുണ്ട്. അൺഫെയർ ഗെയിന്, അല്ലെങ്കിൽ ലോസ്, അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ഇംപ്രിസൺമെന്റ്. ദെൻ അത് ഡേറ്റഡും സൈനും ആയിരിക്കും. ഈ ഇത്തരത്തിലുള്ള പെനാൽറ്റി ഓർഡറുകൾ അഡ്ജൂഡിക്കേറ്റിംഗ് ഓഫീസർ ഡേറ്റും മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം, അയാളുടെ സൈനും ഇട്ടിട്ടുണ്ടാവണം. ദെൻ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ട് ഓർഡറിൽ എന്തൊക്കെ ഉണ്ടാവുക, എന്ത് ഡിഫോൾട്ട് ആണ്, പണിഷ്മെന്റ് എന്താണെന്നുള്ളത് ഉണ്ടാവും. ദെൻ എറേഴ്സ് എന്തെങ്കിലും അതിൽ വന്നിട്ടുണ്ടെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ അഡ്ജൂഡിക്കേറ്റിംഗ് ഓഫീസർ അത് റെക്ടിഫൈ ചെയ്തിട്ടുണ്ടാവണം. ദെൻ സർവീസ് ഓഫ് നോട്ടീസ് ആണ് പറയണത്. എങ്ങനെയാണ് പറയണത്? എങ്ങനെയൊക്കെ കൊടുക്കാം എന്നുള്ളതാണ്. ഒന്ന് ഹാൻഡ് ഫിസിക്കലായിട്ട് കൊടുക്കാം, പോസ്റ്റലാണെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റോ സ്പീഡ് പോസ്റ്റോ അല്ലെങ്കിൽ ഓതറൈസ്ഡ് അസിസ്റ്റന്റ് വഴിയോ നമുക്ക് കൊടുക്കാം. അതല്ലെങ്കിൽ മെയിലോ ഇലക്ട്രോണിക് ഇമെയിലോ വഴി നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഫാക്സിലൂടെ നമുക്ക് കൊടുക്കാം. ഓക്കെ, പക്ഷെ മെയിലൊക്കെ കൊടുക്കുമ്പോൾ അത് എന്തായിരിക്കണം എന്നാ പറയണത്? ഡിജിറ്റലി സൈൻഡ് ആയിരിക്കണം. അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ പ്ലേസിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. വീട് അടച്ചു കൂട്ടി കിടക്കുകയാണെങ്കിൽ വീടിന് മുമ്പാകെ പോയിട്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. ദെൻ അഫിഡവിറ്റിന്റെ കാര്യമാണ്, അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റിന്റെ കാര്യമാണ്. എന്താണ് അഡ്വർടൈസ്മെന്റ്? എവിടെയാണ് ചെയ്യേണ്ടത്? ഇംഗ്ലീഷ് വെർനാക്കുലർ ന്യൂസ് പേപ്പറിൽ അല്ലെങ്കിൽ ഒപ്പോസിഷൻ പാർട്ടിയുടെ റീജിയണിലുള്ള ന്യൂസ് പേപ്പറിലോ നമ്മൾ എന്ത് ചെയ്യണം? അഡ്വർടൈസ് ചെയ്തിട്ടുണ്ടാവണം. ഇനി റിക്കവറിനെ കുറിച്ചിട്ട് പറയാം. ഇപ്പൊ നമ്മൾ നോട്ടീസ് അയച്ചിട്ട് ഇവർക്ക് റെസ്പോൺസ് ഒന്നുമില്ല. സോ നമ്മൾ കേസിന്റെ വിധി പറയുമ്പോൾ എന്താണ്? അയാളുടെ ഈ തട്ടിച്ച പൈസ നമ്മൾ റിക്കവർ ചെയ്തെടുക്കണം. എങ്ങനെയാണ് റിക്കവർ ചെയ്തെടുക്കുക? ഒന്നെങ്കിൽ മൂവബിൾ പ്രോപ്പർട്ടി സെയിൽ ചെയ്യാം. അയാളുടെ കയ്യിൽ വല്ല കാറോ മറ്റോ ഉണ്ടെങ്കിൽ അതെടുത്ത് സെയിൽ ചെയ്യാം. അല്ലെങ്കിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അയാൾക്ക് ഉണ്ടെങ്കിൽ അത് സെല് ചെയ്യാം. അതുമല്ലെങ്കിൽ ഒരു റിസീവറിനെയോ മാനേജറിനെയോ വെച്ചിട്ട് അയാളുടെ പ്രോപ്പർട്ടികൾ വിൽക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് പോവാം. അതും അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ അത് ഫ്രീസ് ചെയ്ത് അതിൽ തുക നമ്മളിലേക്ക് മാറ്റാം. ഇതുമല്ലെങ്കിൽ പേഴ്സണിനെ അറസ്റ്റ് ചെയ്യാം. എന്തൊക്കെയാണ് നടപടിക്രമങ്ങൾ റിക്കവർ ചെയ്യാൻ? മൂവബിൾ പ്രോപ്പർട്ടി സെല് ചെയ്യുക, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി സെല് ചെയ്യുക, ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ അറ്റാച്ച് ചെയ്യുക, റിസീവറിനെയോ ഏജന്റിനെയോ അപ്പോയിന്റ് ചെയ്യുക, അതുമല്ലെങ്കിൽ ആളെ അറസ്റ്റ് ചെയ്യുക. ദെൻ കണ്ടിന്യൂസ് ഓഫ് പ്രൊസീഡിങ്സ് പറയുന്നുണ്ട്. നൗ ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരെ ഓർഡർ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഹി ഈസ് ലയബിൾ ടു പേ ദ എമൗണ്ട് ഓഫ് പെനാൽറ്റി ഇഫ് ദ പേഴ്സൺ ഹാസ് ഡൈഡ്. ആരുടെ കയ്യിൽ നിന്നാ? അയാളുടെ എസ്റ്റേറ്റ് റിക്കവർ ചെയ്യണം. അതായത് അയാളുടെ പേരിലുള്ള പ്രോപ്പർട്ടികളിൽ നിന്നാണ് നമ്മൾ ആ ഫണ്ട് കണ്ടെത്തേണ്ടത്. ദെൻ മാക്സിമം എമൗണ്ട് ഓഫ് ലയബിലിറ്റി ഓൺ ലീഗൽ ഹെയർസ് എത്രയാണ് വരിക? എസ്റ്റേറ്റ് റിക്കവർ ചെയ്ത് കഴിഞ്ഞ് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് എന്ത് ആരുടെ തലയിലോട്ട് പോകുള്ളൂ? ലീഗൽ ഹെയർസിന്റെ തലയിലോട്ട് പോവുള്ളൂ. പിന്നെ കോമ്പൗണ്ടിങ്ങിന്റെ കാര്യം പറയുന്നുണ്ട്. എന്താണ് കോമ്പൗണ്ടിങ് ഓഫ് ഒഫൻസ് അണ്ടർ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയോ അല്ലെങ്കിൽ SCRയോ ഡെപ്പോസിറ്ററി ആക്ടിന്റെ കീഴിൽ കോമ്പൗണ്ടിങ് ഓഫ് ഒഫൻസ് എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, എന്താണ് കോമ്പൗണ്ടിങ്? ഒരേ നേച്ചറുള്ള ക്രൈം ആണെന്നുണ്ടെങ്കിൽ ആ ക്രൈമുകളെ എല്ലാം കൂട്ടിച്ചേർക്കുന്ന ഒന്നാണ് കോമ്പൗണ്ടിങ് ഓഫ് ഒഫൻസ് എന്ന് പറയുന്നത്. നൗ എന്തായിരിക്കും അതിലുള്ള? ഒരിക്കലും ഫൈനും ഇംപ്രിസൺമെന്റും വരുന്ന ഒരു സാധനത്തിന് എന്ത് വരില്ല? കോമ്പൗണ്ട് ചെയ്യാൻ പറ്റില്ല. ഫൈൻ ഓർ ഇംപ്രിസൺമെന്റ് വരണം. ഫൈൻ ആൻഡ് ഇംപ്രിസൺമെന്റ് വന്നു കഴിഞ്ഞാൽ അവിടെ എന്തില്ല? കോമ്പൗണ്ടിങ് നടക്കില്ല. അല്ല, ഫൈന് മാത്രമാണ് അവിടെ വരുന്നത്. ഫൈൻ ഓർ ഇംപ്രിസൺമെന്റ് വരുന്ന കേസുകൾ മാത്രമേ എവിടെ എടുക്കുള്ളൂ? കോമ്പൗണ്ടിങ് ഓഫ് ഒഫൻസിന് എടുക്കുകയുള്ളൂ. എവിടെ ഇംപ്രിസൺമെന്റ് മാൻഡേറ്ററിലി വരികയാണെങ്കിലും അവിടെ എന്തെടുക്കില്ല? അതായത് ഏതെങ്കിലും ഒരു കേസിൽ ഫൈൻ ഓർ ഇംപ്രിസൺമെന്റ് വരികയാണെങ്കിൽ അത് കോമ്പൗണ്ട് ചെയ്യാം. ഫൈൻ ആൻഡ് ഇംപ്രിസൺമെന്റ് വരികയാണെങ്കിൽ കോമ്പൗണ്ടിങ് ഇല്ല. അതന്നെടാ. അതായത് ഫൈനോ ഇംപ്രിസൺമെന്റോ ഏതെങ്കിലും ഒന്നോ രണ്ടോ വരുന്ന കേസുകൾ ഉണ്ടാവുമല്ലോ. ഏതൊക്കെ കേസുകൾക്കാണ് ഒന്നെങ്കിൽ ഫൈന് അല്ലെങ്കിൽ ഇംപ്രിസൺമെന്റ് അല്ലെങ്കിൽ രണ്ടും, ഇങ്ങനെ വരുന്ന കേസുകൾ മാത്രമേ കോമ്പൗണ്ടിന് എടുക്കുള്ളൂ. നേരെ മറിച്ചിട്ട് ഫൈനും ഇംപ്രിസൺമെന്റും ഒപ്പം വരുന്ന കേസുകൾ ഒരിക്കലും കോമ്പൗണ്ടിങ്ങിൽ വരുന്ന കേസുകളല്ല. അതായത് ഏതൊക്കെ കാര്യങ്ങൾക്കാണ് പണിഷ്മെന്റില് ഫൈനും ഇംപ്രിസൺമെന്റും ഒപ്പം വരുന്നത് ആ കേസുകൾ ഒരിക്കലും, അല്ലെങ്കിൽ ഇംപ്രിസൺമെന്റ് ഒറ്റയ്ക്ക് വരുന്നത് ആ കേസുകൾ ഒരിക്കലും കോമ്പൗണ്ടിങ് ഒഫൻസുകളല്ല. അതായത് കുറച്ചുകൂടി സീരിയസ് ഒഫൻസ് ആണ് എന്നാണ് അതിന് അർത്ഥം. ഓക്കെ, അതൊന്നും കോമ്പൗണ്ട് ചെയ്യപ്പെടില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ദെൻ സെറ്റിൽമെന്റിന്റെ കാര്യം എന്താ പറയണേ?
ലോങ് ആയിട്ട് ലിറ്റിഗേഷൻ പോവുകയാണ്, അതായത് ഡിലേ ആയി കേസ് നീണ്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സെറ്റിൽമെന്റ് ഓർഡർ കൊടുക്കാം. അത് എങ്ങനെ ചെയ്യണ്ടേ? നമ്മൾ വേണം ഇനീഷ്യേറ്റ് ചെയ്യാൻ. ഈ ആപ്ലിക്കേഷൻ സെബിക്ക് കൊടുക്കണം, ഞങ്ങൾ സെറ്റിൽ ചെയ്യാൻ ഇത് താല്പര്യപ്പെടുന്നു എന്നുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം? സെറ്റിൽമെന്റിന് പോവാം. ക്ലിയർ ആണോ? ദെൻ സെറ്റിൽമെന്റ് പ്രൊസീഡിങ്സ് എന്താണ്? അപ്ലിക്കേഷൻ ഫയൽ ചെയ്യണം ലൈക്ക് എനി പേഴ്സൺ ബിഫോർ സെബി ഇന്റൻഡിങ് ടു സെറ്റിൽ ദ ഡിസ്പ്യൂട്ട്. അതായത് പ്ലെയിന്റിഫോ ഡിഫൻഡന്റോ ഇത് സെറ്റിൽ ചെയ്യണം എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ സെബിക്ക് കൊടുത്താൽ മാത്രമേ ഇത് എന്ത് ചെയ്യുള്ളൂ? സെറ്റിൽമെന്റിന് വേണ്ടി എടുക്കുള്ളൂ. സോ നെസസറി കൺസിഡറേഷൻസ് സെബി എടുക്കും സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. നൗ സെറ്റിൽമെന്റിന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? അപ്പീൽ കൊടുക്കാനുള്ള ചാൻസ് അവിടെ ഇല്ല. ദെൻ ഈ പെനാലിറ്റി സെറ്റിൽ ചെയ്ത പെനാലിറ്റി എമൗണ്ട് കൺസോളിഡേറ്റഡ് ഫണ്ട്സ് ഓഫ് ഇന്ത്യയിലേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണം. 100 കോടിയായിരുന്നു ആദ്യ പണിഷ്മെന്റ് എങ്കിൽ സെറ്റിൽമെന്റിൽ 50 കോടിയൊക്കെ ചുരുക്കിയിട്ടുണ്ടെങ്കിൽ ആ 50 കോടി എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? കൺസോളിഡേറ്റഡ് ഫണ്ട്സ് ഓഫ് ഇന്ത്യയിലേക്ക് സെറ്റിൽ ചെയ്യണം. നൗ അപ്ലിക്കേഷൻ ഫോർ സെറ്റിൽമെന്റ് ആണ് റെഗുലേഷൻ 3 പറയുന്നത്. എന്താണ് പറയുന്നത്? ഏത് പേഴ്സണെതിരെയാണ് പ്രൊസീഡിങ്സ് ഇനീഷ്യേറ്റ് ചെയ്തിരിക്കുന്നത് അയാളാണ് എന്തിലോട്ട് കൊടുക്കുക? സെറ്റിൽമെന്റിന് വേണ്ടി. മറ്റേ പ്രശ്നമില്ലല്ലോ, മറ്റേ പെനാൽറ്റി ഒന്നും വരില്ല. ഡിഫൻഡന്റിന് പേരത്താണ് പെനാൽറ്റി ഉള്ളത്. അപ്പൊ അയാൾ വേണം എന്ത് ഇനീഷ്യേറ്റ് ചെയ്യാൻ? സെറ്റിൽമെന്റ് ഇനീഷ്യേറ്റ് ചെയ്യാൻ. ഓക്കെ, അതിൻ്റെ ഒപ്പം എന്തുകൂടെ കൊടുക്കണം? നോൺ റീഫണ്ടബിൾ ഫീസ് കൂടെ കൊടുക്കണം. എല്ലാ കാര്യത്തെക്കുറിച്ചിട്ടുമുള്ള ഫുൾ ഡിസ്ക്ലോഷർ ആപ്ലിക്കന്റ് കൊടുത്തിരിക്കണം. ഓക്കെ, ദെൻ നൗ ഒറ്റ ആപ്ലിക്കേഷൻ കൊണ്ട് തന്നെ എല്ലാ പ്രൊസീഡിങ്സും വേണമെങ്കിൽ നമുക്ക് സെറ്റിൽമെന്റ് ചെയ്യാം. അതായത് മൾട്ടിപ്പിൾ കേസസ് ഉണ്ട്, കോമ്പൗണ്ടബിളും നോൺ കോമ്പൗണ്ടബിൾ ആയാലും പല പല കേസുകൾ അയാളുടെ പേരിലുണ്ടെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് തന്നെ എല്ലാ കേസുകളുടെയും സെറ്റിൽമെന്റ് വേണമെങ്കിൽ ചെയ്യാം. ഇനി അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല എങ്കിൽ ഇറ്റ് മേ ബി റിട്ടേൺഡ് ബൈ ദ ബോർഡ്. 15 ദിവസത്തിൻ്റെ ഉള്ളിൽ അങ്ങനെ ഇൻകംപ്ലീറ്റ് ആപ്ലിക്കേഷൻസ് എല്ലാം സെബിക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഇൻ കേസ് ഓഫ് ആപ്ലിക്കേഷൻ ഈസ് ആൻ അസോസിയേഷൻ, അതായത് കൊടുക്കുന്ന ഏതെങ്കിലും അസോസിയേഷനോ ഫേമോ ബോഡി കോപ്പറേറ്റീവോ LLP ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ഓതറൈസ്ഡ് പേഴ്സൺ ആയിരിക്കണം ഈ സെറ്റിൽമെന്റ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ഇത് വരുന്നത്. ദെൻ ലിമിറ്റേഷൻ ആക്ട് പറയുന്നുണ്ട്, അതായത് no application to be considered by SEBI if it is made 60 days after the show cause notice. ഷോ കോസ് നോട്ടീസ് കൊടുത്ത 60 ദിവസത്തിന് ശേഷമാണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതെങ്കിൽ അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ലിമിറ്റേഷൻ ആക്ട് പറയുന്നത്. ദെൻ സ്കോപ്പ് ഓഫ് സെറ്റിൽമെന്റ് ഓഫ് പ്രൊസീഡിങ്സ്. ഓക്കെ, എപ്പോഴാണ് സെബിക്ക് ഒരു ആപ്ലിക്കേഷൻ എടുക്കേണ്ടാതിരിക്കേണ്ടത്? ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. ഒന്ന്, ഇതേ ആപ്ലിക്കേഷൻ ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ, മറ്റേതിൽ CMADD പഠിച്ചിട്ടുണ്ട്. അതേ പോയിന്റ് ആണ് സെറ്റിൽമെന്റ്. ഈ പഠിച്ചത് ഓർക്കുണ്ടോ? CMADD സെറ്റിൽമെന്റ് അതുണ്ട്. ഇത് ഓർമ്മ ഉണ്ടോ? മുൻകൂറായിട്ട് ആപ്ലിക്കേഷൻ നമ്മൾ കൊടുത്തിട്ട് റിജക്ട് ചെയ്തതാണെങ്കിൽ സെറ്റിൽമെന്റ് ആപ്ലിക്കേഷൻ വീണ്ടും കൊടുത്തുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, സെബി അത് റിജക്ട് ചെയ്യും. ഓഡിറ്റോ ഇൻവെസ്റ്റിഗേഷനോ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സെറ്റിൽമെന്റ് ആപ്ലിക്കേഷൻ കൊടുത്താലും അത് റിജക്ട് ചെയ്യപ്പെടും. ദെൻ റിക്കവറിക്ക് വേണ്ടിയിട്ടുള്ള മണി ഡ്യൂ ആണ് എന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ പറ്റിച്ച തുക തിരികെ ഡെപ്പോസിറ്റ് ചെയ്യാതെയാണ് സെറ്റിൽമെന്റ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അതും റിജക്ട് ചെയ്യപ്പെടും. ഓക്കെ, അതേപോലെ തന്നെ ലോറല് മാർക്കറ്റ് വൈഡ് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണെങ്കിലും സെറ്റിൽമെന്റിന് സെബി നിൽക്കില്ല. അതേപോലെ തന്നെ ലാർജ് നമ്പർ ഓഫ് ഇൻവെസ്റ്റേഴ്സിന് ലോസോ ഡാമേജോ കോസ് ചെയ്യുന്നുണ്ടെങ്കിലും സെറ്റിൽമെന്റിന് നിൽക്കില്ല. അതേപോലെ തന്നെ ഇന്റഗ്രിറ്റീനെ ഇഫക്റ്റ് ചെയ്യുകയാണെങ്കിലും സെറ്റിൽമെന്റിന് നിൽക്കുന്നത് അല്ല. ഓക്കെ, നൗ അതേപോലെ പറയുന്നുണ്ട്, SEBI may not settle the specified proceedings where the applicant is a willful defaulter, fugitive economic offender, അതേപോലെ തന്നെ ഡിഫോൾട്ട് ഇൻ പേയ്മെന്റ് ഓഫ് ഫീസ് ഓർ പെനാലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിലും സെബി എന്ത് ചെയ്യില്ല? ആപ്ലിക്കേഷൻസ് അവര് എടുക്കില്ല. ഓക്കെ, ഇനി ഏതൊക്കെ ഇത് എടുക്കാത്ത കേസുകളാണ് പറഞ്ഞാൽ ഏതൊക്കെ കേസുകളിൽ റിജക്ഷൻ വരും? എടുത്താലേ റിജക്ട് ചെയ്യൂ, മറ്റേത് എടുക്കാത്തതാണ് പറഞ്ഞത്. ഇവിടെ ഏതൊക്കെ റിജക്ഷൻ ചെയ്യുക? സെബിക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ ആ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യും? റിജക്ട് ചെയ്യപ്പെടും. അതേപോലെ തന്നെ സെബി ചോദിച്ച ഇൻഫോർമേഷൻസ് സബ്മിറ്റ് ചെയ്യാൻ വൈകിക്കഴിഞ്ഞാലും ആ ആപ്ലിക്കേഷൻ റിജക്ട്
ചെയ്യും. സെബിയുടെ ഇന്റേണൽ കമ്മിറ്റിക്ക് മുമ്പാകെ, ഇന്റേണൽ കമ്മിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്, സെബിയുടെ ഇന്റേണൽ കമ്മിറ്റിക്ക് മുമ്പാകെ ആപ്ലിക്കന്റ് ഹാജരായിട്ടില്ലെങ്കിലും ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യപ്പെടും. ലോകൾ വയലേറ്റ് ചെയ്യാനും ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യപ്പെടും. അതേപോലെ തന്നെ സെറ്റിൽമെന്റ് എമൗണ്ട്, സെറ്റിൽമെന്റിനൊക്കെ അനുവദിച്ചിട്ട് സെറ്റിൽമെന്റ് എമൗണ്ട് കൺസോളിഡേറ്റഡ് ഫണ്ട്സ് ഓഫ് ഇന്ത്യയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ലെങ്കിലും ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യപ്പെടും. അതേപോലെ തന്നെ സെബി പറഞ്ഞ ഓർഡറുകൾ ഫെയിൽ ചെയ്തു കംപ്ലൈ ചെയ്യാനെങ്കിലും സെറ്റിൽമെന്റ് ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യപ്പെടും. ഓക്കെ, ഇനി എപ്പോഴൊക്കെയാണ് വിഡ്രോവൽ ഓഫ് ആപ്ലിക്കേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുക സെറ്റിൽമെന്റിന്റെ? ഓക്കെ, ഡിസിഷൻ പാനൽ ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് വിഡ്രോ ചെയ്യാം. സെറ്റിൽമെന്റിന്റെ ഡിസിഷൻ സെബി എടുക്കുന്നതിന് മുമ്പ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? സെറ്റിൽമെന്റ് ആപ്ലിക്കേഷൻ വിഡ്രോ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി പെൻഡിങ് ആപ്ലിക്കേഷൻ. ഓക്കെ, ഫയലിംഗ് എ സെറ്റിൽമെന്റ് ആപ്ലിക്കേഷൻ ഷാൾ നോട്ട് എഫക്ട് ദ കണ്ടിന്യൂവൻസ് ഓഫ് ദ പ്രൊസീഡിങ്സ്. എന്താണ് പറയണേ? അന്വേഷണവും കാര്യങ്ങളും അവിടെ നടക്കും. സെറ്റിൽമെന്റ് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അതിന് ഒരിക്കലും അത് ബാധിക്കുന്നതല്ല. ഓക്കെ, 2, വേർ ആപ്ലിക്കേഷൻ ഈസ് ഫയൽഡ് ഇൻ കേസ് ഓഫ് പ്രൊസീഡിംഗ് അഗെയിൻസ്റ്റ് ദ ആപ്ലിക്കന്റ്, such proceeding shall not be initiated till the application is rejected or withdrawn. എന്താണ് പറയണത്? ഏതെങ്കിലും കാര്യത്തിൽ ഏതെങ്കിലും പ്രൊസീഡിങ്സ് അവിടെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ പ്രൊസീഡിങ്സിനെ ഒന്നും ഈ സെറ്റിൽമെന്റ് ആപ്ലിക്കേഷൻ എഫക്റ്റ് ചെയ്യുന്നതല്ല. ആദ്യത്തെ 2 പോയിന്റും ഒന്ന് തന്നെയാണ്. എന്താണ് പറഞ്ഞത്? കേസ് അവിടെ നടക്കുന്നുണ്ട്, നമ്മൾ സെറ്റിൽമെന്റ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരിക്കലും അന്വേഷണത്തിനെ ബാധിക്കില്ല, അന്വേഷണം അവിടെ നടക്കും. രണ്ടാമത്തെ കാര്യം അത് തന്നെയാണ് പറയുന്നത്. എന്താണ്? വേർ ആപ്ലിക്കേഷൻ ഈസ് ഫയൽഡ് ഇൻ കേസ് ഓഫ് പ്രൊസീഡിംഗ് അഗെയിൻസ്റ്റ് ആപ്ലിക്കന്റ്, സച്ച് പ്രൊസീഡിംഗ് ഷാൾ നോട്ട് ബി ഇനീഷ്യേറ്റഡ് ടിൽ ദ ആപ്ലിക്കേഷൻ ഈസ് റിജക്റ്റഡ് ഓർ വിഡ്രോൺ. എന്താണ് പറയുന്നത്? എന്താ പറയണത്? ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന സമയത്ത് സെറ്റിൽമെന്റ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതാണ് കാര്യം പറയണത്. രണ്ടാമത്തത്, ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുന്നതിന്റെ മുമ്പേ നമ്മൾ സെറ്റിൽമെന്റ് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുകയോ വിഡ്രോ ചെയ്യുകയോ ചെയ്തതിന് ശേഷമേ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കാൻ പാടും. ഒന്നും ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സെറ്റിൽമെന്റ് ആപ്ലിക്കേഷൻ കൊടുക്കുക. അപ്പൊ എന്താ? 2 സെപ്പറേറ്റ് ആയിട്ട് പോകും. ഇത് ഇതിന്റെ വഴിക്കും പോകും, അത് അതിന്റെ വഴിക്കും പോകും. ഫസ്റ്റ് തന്നെ നമ്മൾ സെറ്റിൽമെന്റ് കൊടുത്തു, ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ എന്താ ഉണ്ടാവുക? ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എയ്തർ ഈ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യണം അല്ലെങ്കിൽ അത് പാർട്ടി വിഡ്രോ ചെയ്തിട്ടുണ്ടാവും. ദെൻ സെറ്റിൽമെന്റ് ടേംസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. എന്താണത് പറയണത്? ഒന്ന്, സെറ്റിൽമെന്റ് നടത്തുമ്പോൾ അതിൽ കുറച്ചുകൂടി ടേംസ് സെബി ആഡ് ചെയ്യും. ഒന്നെന്തായിരിക്കാം? നിങ്ങൾ ഇനി ഈ പരിപാടി ചെയ്യരുത്, ഈ ബിസിനസ് ആക്ടിവിറ്റീസ് നിങ്ങളിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ സീസ് ചെയ്തിട്ടുണ്ട്. 2, മാനേജ്മെന്റിൽ നിന്ന് ഇന്ന വ്യക്തികൾ എക്സിറ്റ് ആയിരിക്കണം. 3, ഡിസ്കോർജ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് ആക്ഷൻ. അതായത് എന്താ പറയണത്? നിങ്ങൾ തടങ്കലിൽ വെച്ചിരിക്കുന്ന, നിങ്ങൾ സീസ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോപ്പർട്ടികളെല്ലാം നിങ്ങൾ വിറ്റ് കൊടുക്കണം. ദെൻ ഏതെങ്കിലും വ്യക്തികളെ പാർട്ണറായോ ഡയറക്ടറായിട്ടോ ഓഫീസറായോ ഇന്റർമീഡിയറി ആയിട്ടോ തുടരുന്നതിൽ നിന്ന് റീസ്ട്രെയിൻ ചെയ്യാം. ദെൻ ഏതെങ്കിലും സെക്യൂരിറ്റി നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ അതെല്ലാം ക്യാൻസൽ ചെയ്യാം. ഓക്കെ, സെക്യൂരിറ്റികൾ ലോക്ക് ഇൻ ചെയ്യാം. ഇത്ര വർഷം കഴിഞ്ഞിട്ട് ഇനി സെക്യൂരിറ്റി നിങ്ങൾ വിൽക്കാൻ പാടും എന്ന് പറഞ്ഞാൽ ലോക്ക് ഇൻ ചെയ്യാം. ഓക്കെ, ദെൻ അതിനുശേഷം എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇത്രയും ആക്ഷൻസ് എടുത്തതിന് ശേഷം, ഇതിൽ ഏതെങ്കിലും ഒരു ആക്ഷൻസ് എടുത്തതിന് ശേഷം നമ്മൾ ഈ ഫണ്ട് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? കൺസോളിഡേറ്റഡ് ഫണ്ട്സ് ഓഫ് ഇന്ത്യയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അപ്ലിക്കേഷൻ ഫീ കൊടുക്കുക, ലീഗൽ കോസ്റ്റ് നമ്മൾ ബെയർ ചെയ്യുക. ദെൻ ഇതാർക്കാ കൊടുക്കണ്ടേ? സെബിയുടെ ജനറൽ ഫണ്ടിലേക്ക് അപ്ലിക്കേഷന്റെ ഫീയും ലീഗൽ കോസ്റ്റിനുള്ള നിയമങ്ങളുടെ പരിപാടിക്കുള്ള കോസ്റ്റും കൊടുത്തതിന് ശേഷം ഈ എത്ര എമൗണ്ട് ആണ് നമ്മൾ ഇന്ന് ഗെയിൻ ഉണ്ടാക്കിയത് അതും നമ്മൾ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നതോടുകൂടി എന്തിലേക്ക് കടന്നു? നമ്മൾ സെറ്റിൽമെന്റ് പൂർത്തി ആയി. ഓക്കെ, ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ സെറ്റിൽമെന്റ് നടത്തുമ്പോൾ നോക്കേണ്ടത് എന്നാണ് പറയണത്. എന്തൊക്കെ കണ്ടക്റ്റ് ആണ് ആപ്ലിക്കന്റ് നടത്തുന്നത്? അതായത് സെറ്റിൽമെന്റ് നടത്തിയതിന് ശേഷവും അയാൾ ഇതേ പരിപാടി ആവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. 2, ഈ ഡിഫോൾട്ടിലുള്ള ആപ്ലിക്കന്റിന്റെ റോൾ എന്തായിരുന്നു? 3, ഈ
ഡിഫോൾട്ടിന്റെ ഇമ്പാക്റ്റ് എത്രത്തോളമായിരുന്നു. 4 വേറെ ഏതെങ്കിലും പെൻഡിങ് പ്രൊസീഡിങ്സ് ഇയാൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ. ഓക്കെ, എത്ര ലോസ് ആണ് ഇൻവെസ്റ്റേഴ്സിന് ഉണ്ടായത്, കംപ്ലയൻസ് എങ്ങനെയൊക്കെ പാലിക്കപ്പെടാതിരുന്നു, എന്തൊക്കെ ഇക്കോണമിക് ബെനഫിറ്റ്സ് ആണ് ഇതിൽ ഇൻവോൾവ് ചെയ്ത ആൾക്കാർ ഉണ്ടാക്കിയത്. ഇത്രയും കാര്യങ്ങളുടെ ബേസിലൊക്കെയാണ് നമ്മൾ എന്തുണ്ടാക്കുക, സെറ്റിൽമെന്റുകൾ ഉണ്ടാകുക. ഓക്കെ, ദെൻ ആരാണ് മറ്റേതിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്റേണൽ കമ്മിറ്റി ഒക്കെ പറഞ്ഞിട്ടുണ്ട്, എടുക്കല്ലേ. ഓക്കെ, സോ ആരാണ് ഹൈ പവേർഡ് അഡ്വൈസറി കമ്മിറ്റി എന്നുള്ളതാണ് പറഞ്ഞത്. ഇത് കഴിഞ്ഞിട്ടാണ് ഇന്റേണൽ കമ്മിറ്റിയിലേക്ക് നമ്മൾ ആപ്ലിക്കേഷൻ പോവുക. നമ്മൾ അങ്ങനെ ഡ്രോ ചെയ്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നൗ റെക്കമെൻഡേഷന് വേണ്ടിയിട്ടാണ്, സെറ്റിൽമെന്റ് റെക്കമെൻഡേഷന് വേണ്ടിയിട്ടാണ് ആരെ സെബി കൺസൾട്ട് ചെയ്യുന്നത്, ഹൈ പവേർഡ് അഡ്വൈസറി കമ്മിറ്റീനെ കൺസൾട്ട് ചെയ്യുന്നത്. ആരൊക്കെ ഉണ്ടാവുക, ഒരു ജുഡീഷ്യൽ മെമ്പേഴ്സ് ആണ് ഉണ്ടാവുക. അതാരായിരിക്കും, സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജുകളായിരിക്കും. 3 എക്സ്റ്റേണൽ എക്സ്പേർട്സ് ഉണ്ടാവും സെക്യൂരിറ്റി ലോസ് അറിയുന്നത്. അതേപോലെ തന്നെ ഇവരുടെയൊക്കെ ടേം എങ്ങനെയാണ്, 3 ഇയേഴ്സ് ആണ്. അത് 2 ഇയർ വരെ എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്യാം. കോറം എത്രയായിരിക്കും മീറ്റിങ്ങുകളുടെ, 3 പേരായിരിക്കും കോറത്തിൽ ഉണ്ടാവുക. സെബി പറയുന്ന രീതിയിലായിരിക്കും മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുക. അതേപോലെ തന്നെ റെഗുലേഷൻ 12 ഇന്റേണൽ കമ്മിറ്റികളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. എന്താണ് ഇന്റേണൽ കമ്മിറ്റി? സെബിയാണ് ഫോം ചെയ്യുന്നത്. അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, സെബിയുടെ ബോർഡ് മെമ്പേഴ്സ് ആണ് ഉണ്ടാവുക. അവരുടെ റാങ്ക് എന്താ, മിനിമം റാങ്ക് എന്ന് പറയുന്നത് ചീഫ് ജനറൽ മാനേജറിന്റെ റാങ്കിനെക്കാട്ടിലും ഈക്വലോ കൂടുതലോ ഉള്ള റാങ്ക് ആയിരിക്കും ഇന്റേണൽ കമ്മിറ്റി മെമ്പേഴ്സിന് ഉണ്ടാവുക. ഇനി എന്താണ് ഇന്റേണൽ കമ്മിറ്റിയുടെ റോള്, എന്താ അവർ ചെയ്യുന്നത്? അപ്ലിക്കന്റിന്റെ കയ്യിൽ നിന്ന് നെസസറി ഡോക്യുമെന്റുകളും ഇൻഫോർമേഷൻസും മേടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇന്റേണൽ കമ്മിറ്റിയുടെ ഒരു റോള്. പേഴ്സണൽ അപ്പിയറൻസ്, അപ്ലിക്കന്റിന്റെ പേഴ്സണൽ അപ്പിയറൻസ് ഒരു റോളാണ്. അതേപോലെ തന്നെ റിവൈസ്ഡ് സെറ്റിൽമെന്റ് ടേംസ് 15 ദിവസത്തിന്റെ ഉള്ളിൽ പ്രഖ്യാപിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണുള്ളത്? അതായത് സെബി പറഞ്ഞിട്ടുണ്ടാവും ഒരു സെറ്റിൽമെന്റ് പ്രൊസീജിയർ, അതെന്തെങ്കിലും തിരുത്തു വരുത്തണമെങ്കിൽ അത് നടത്തുന്നത് ആരാണ്? ഇന്റേണൽ കമ്മിറ്റിയാണ് നടത്തുന്നത്. എത്ര ദിവസം കൊണ്ട് നടത്തണം? ഓർഡർ പാസ് ചെയ്ത് 15 ദിവസം കൊണ്ട് ഇത് ചെയ്തിട്ടുണ്ടാവണം. ദെൻ HPACയുടെ മുമ്പുള്ള പ്രൊസീഡിങ്സ് എന്താണ് എന്നുള്ളതാണ് റെഗുലേഷൻ 14 പറയുന്നത്. ഓക്കെ, നൗ അപ്ലിക്കേഷൻ അണ്ടർടേക്കിങ്ങും വെയ്വറും ഒക്കെ എങ്ങനെയാണ് നടക്കുന്നത്? അതായത് അപ്ലിക്കേഷൻ അഡ്മിറ്റ് ചെയ്യേണ്ടത് ഏതൊക്കെ അപ്ലിക്കേഷൻസ് ആണ്, ഏതൊക്കെ ആപ്ലിക്കേഷൻസിലാണ് ഇയാള് സമൻ ചെയ്യപ്പെടേണ്ടത്, ഏതൊക്കെ ആപ്ലിക്കേഷനുകളാണ് എഴുതി തള്ളപ്പെടേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്ന ആരാണ്? HPAC ആണ്. അതേപോലെ തന്നെ റെഗുലേഷൻ 10 പറയുന്ന ഫാക്ടേഴ്സ്, നമ്മൾ പറഞ്ഞു ഏതൊക്കെ കാര്യങ്ങളിലാണ് സെറ്റിൽമെന്റ് നടത്തേണ്ടത് എന്നുള്ളത്, അത് ഡിറ്റർമിൻ ചെയ്യുന്നത് ആരാണ്? HPAC ആണ്. സെറ്റിൽമെന്റിന്റെ ടേംസ് എന്തൊക്കെ നമ്മൾ പറഞ്ഞു, സസ്പെൻഷൻ നടത്തണോ, അതേപോലെ തന്നെ ലോക്ക് ഇൻ പീരിയഡ് ചെയ്യണോ, അങ്ങനെ സെറ്റിൽമെന്റ് ടേംസ് ഡിസൈഡ് ചെയ്യുന്നതും HPAC ആണ്. അതർ റിലവന്റ് മാറ്റേഴ്സും ഇതിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, ഞാൻ എന്തൊക്കെ ആക്ഷൻസ് ആയിരിക്കും HPAC എടുക്കുന്നത്? ഇന്റേണൽ കമ്മിറ്റിയുടെ ആക്ഷൻസ് നമ്മൾ പറഞ്ഞു, HPACയുടെ ആക്ഷൻസ്. ഓക്കെ, എന്താണ്? പാനൽ ഓഫ് കമ്മിറ്റി എന്തിന്റെ ബേസിൽ ഡിസൈഡ് ചെയ്യണം? HPACയുടെ റെക്കമെൻഡേഷന്റെ ബേസിലാണ് പാനല് ഡിറ്റർമൈൻ ചെയ്യേണ്ടത്. ഓക്കെ, അതേപോലെ തന്നെ ഈ കമ്മിറ്റി എന്ത് അക്സെപ്റ്റ് ചെയ്യും? HPACയുടെ റെക്കമെൻഡേഷൻസ് അക്സെപ്റ്റ് ചെയ്യും. ആൻഡ് അതായിരിക്കും ഡിമാൻഡ് ഓർഡർ ആയിട്ട് 7 ദിവസത്തിന്റെ ഉള്ളിൽ കമ്മിറ്റി പ്രഖ്യാപിക്കുന്നത്. അതേപോലെ തന്നെ അപ്ലിക്കേഷൻ ഷോൾ റെമിറ്റ് ദ സെറ്റിൽമെന്റ് എമൗണ്ട് വിത്തിൻ 30 ഡേയ്സ്. സെറ്റിൽമെന്റിന്റെ എമൗണ്ട് എത്ര ദിവസത്തിന്റെ ഉള്ളിലാണ് സെറ്റിൽ ചെയ്യേണ്ടത്? 30 ദിവസത്തിന്റെ ഉള്ളിലാണ് സെറ്റിൽ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ സെറ്റിൽമെന്റ് ടേംസ് എല്ലാം അവർ അബൈഡ് ചെയ്യുകയും വേണം, അതായത് കംപ്ലൈ ചെയ്യുകയും വേണം. ഓക്കെ, ദെൻ അടുത്തത് പറയുന്നത് സമ്മറി സെറ്റിൽമെന്റ് പ്രൊസീജിയർ ആണ്. സമ്മറി സെറ്റിൽമെന്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ വായിക്കുക, എന്താണ് സമ്മറി? അതും CMADD പഠിച്ചാണ്. അവർ application and amount, settlement notice. Summary notice could be initiated for following before. Delayed procedure
എവിടെ ഇതല്ലേ എനി റിക്വയർമെന്റ് ഓഫ് ലോ. SEBI shall have power to modify enforcement action. Notice may within 30 days of prosecutor settlement. Yes. By the application, SEBI shall ഓക്കെ. സോ സമ്മറി സെറ്റിൽമെന്റ് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സമ്മറി സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഏതെങ്കിലും ഒരു കേസിന്റെ സെറ്റിൽമെന്റ് പ്രൊസീജിയർ വർഷങ്ങളായി ഡിലേ ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തീരുമാനമാക്കാനുള്ള ഒരു സെറ്റിൽമെന്റ് പ്രൊസീജിയറാണ് സമ്മറി സെറ്റിൽമെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത്തരത്തിലുള്ള സെറ്റിൽമെന്റുകളിൽ അവ മോഡിഫൈ ചെയ്യാനുള്ള അധികാരം ആർക്കാണുള്ളത്? സെബിക്കാണ്. അത് ഓൾറെഡി ഒരു സെറ്റിൽമെന്റ് പ്രൊസീജിയർ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് തീരുമാനമാവണില്ല, വർഷങ്ങളായിട്ടും തീരുമാനമാവുന്നില്ല. അപ്പൊ പാർട്ടിക്ക് എന്തിലേക്ക് പ്രൊസീഡ് ചെയ്യാം? സമ്മറി സെറ്റിൽമെന്റ്, അതായത് പെട്ടെന്ന് തീർക്കാനുള്ള സെറ്റിൽമെന്റ് പ്രൊസീഡിങ്സിലേക്ക് മാറ്റാം. അതിൽ മോഡിഫിക്കേഷൻ വരുത്താനുള്ള ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? സെബിക്കാണ് ഉള്ളത്. ഓക്കെ, നോട്ടീസ് എത്ര ദിവസത്തിന്റെ ഉള്ളിലാണ്? 30 ദിവസത്തിന്റെ ഉള്ളിലാണ്. അതായത് സെറ്റിൽമെന്റ് പ്രൊസീജിയറിന്റെ ഓർഡർ വന്ന് 30 ദിവസത്തിന്റെ ഉള്ളിലാണ് സമ്മറി സെറ്റിൽമെന്റ്. അതായത് സെറ്റിൽമെന്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഇത്ര രൂപയ്ക്ക് സെറ്റിൽ ചെയ്യാം, പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ടും ഇത് ഫൈനലൈസ് ചെയ്തിട്ടുണ്ടാവില്ല കാലങ്ങളായിട്ട്. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സമ്മറി സെറ്റിൽമെന്റിലേക്ക് പോവേണ്ടത്. ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഫയൽ എ സെറ്റിൽമെന്റ് ആപ്ലിക്കേഷൻ, റെമിറ്റ് ദ സെറ്റിൽമെന്റ് എമൗണ്ട്, സീക്ക് റെക്ടിഫിക്കേഷൻ ഓൺ സെറ്റിൽമെന്റ് എമൗണ്ട്, അതേപോലെ തന്നെ കംപ്ലൈ വിത്ത് ഓഫർ നോൺ മോണിറ്ററി ടേംസ്. എന്താ പറയണേ? ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ സാധാ സെറ്റിൽമെന്റ് ആപ്ലിക്കേഷൻ കൊടുക്കണം. രണ്ടാമത് അതിന്റെ എമൗണ്ട് നമ്മൾ സെറ്റിൽ ചെയ്യണം. മൂന്നാമത് നമ്മളത് റെക്ടിഫിക്കേഷൻ ഓർഡർ കൊടുക്കണം. എന്താ റെക്ടിഫിക്കേഷൻ ഓർഡർ? തിരുത്തലുകൾ വരുത്താനുള്ള ഓർഡർ. 4 നോൺ മോണിറ്ററി ആയിട്ട് നമ്മളോട് പാലിക്കാൻ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസ് എല്ലാം നമ്മൾ പാലിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ എന്തിലോട്ട് പോകാൻ പറ്റുള്ളൂ? സമ്മറി സെറ്റിൽമെന്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. സെറ്റിൽമെന്റ് വിത്ത് കോൺഫിഡൻഷ്യാലിറ്റി, ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ പുറത്ത് പറയാൻ പാടില്ല എന്നൊക്കെ നമ്മൾ സെറ്റിൽമെന്റിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് വായിക്കുക? സെക്യൂരിറ്റി ലോസ് വയലേറ്റ് ചെയ്തതിന് ഉള്ള കേസുകളിൽ പിന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ. 2, ഡോക്യുമെന്റ്സും എവിഡൻസും റെക്കോർഡ്സും ഒക്കെ ട്രൂ ആയിട്ട് തന്നെ സബ്മിറ്റ് ചെയ്യണം. ഇൻവെസ്റ്റിഗേഷന് ഫുൾ ആയിട്ട് കോർപ്പറേറ്റ് ചെയ്യണം. ഡോക്യുമെന്റ്സ് ഒന്നും തന്നെ ക്യാൻസൽ ചെയ്യുകയോ ഡിസ്ട്രോയ് ചെയ്യുകയോ ചെയ്യാൻ പറ്റില്ല. ഫർദർ റെസ്ട്രിക്ഷൻസ് കൊടുക്കാം. പിന്നെ എന്തുകൂടെ പറയണേ? സെബി എന്ത് അവർക്ക് ഉറപ്പ് കൊടുത്തിരിക്കണം? കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുമെന്നും അത്തരം ഇൻഫോർമേഷനുകൾ പുറത്തു കൊടുക്കില്ല എന്നുമുള്ള കോൺഫിഡൻഷ്യാലിറ്റി കൊടുത്തിട്ട് ഉണ്ടാവണം. found to be incomplete, false and communicate the same to applicant. എന്താ പറയണേ? ഈ എപ്പോഴാണ് കോൺഫിഡൻഷ്യാലിറ്റി ഉറപ്പ് കൊടുക്കാൻ പറ്റുള്ളൂ? നമ്മൾ എല്ലാവിധ ഇൻഫോർമേഷനും ട്രൂവും ഫെയറുമായി സബ്മിറ്റ് ചെയ്തു, ആ ഇൻഫോർമേഷൻ പുറത്തു കൊടുക്കരുത് നമുക്ക് പറയാം. പക്ഷെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻഫോർമേഷൻ ഫോൾസും മിസ്ലീഡിംഗ് ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ സെബി ആ ആപ്ലിക്കേഷൻ അവിടെ തന്നെ റിജക്ട് ചെയ്യും. ഓക്കെ. ദെൻ കോൺഫിഡൻഷ്യാലിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്തൊക്കെ ഇൻഫോർമേഷൻസ്? അപ്ലിക്കന്റിന്റെ ഐഡന്റിറ്റി, ഡോക്യുമെന്റ്സും എവിഡൻസും ഇൻഫോർമേഷൻസും. ബട്ട് എന്തൊക്കെ കോൺഫിഡൻഷ്യൽ അല്ല? താഴെ പറയുന്ന കാര്യങ്ങളെല്ലാം ഡിസ്ക്ലോസ് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ അത് കോൺഫിഡൻഷ്യൽ ആക്കി വെക്കാൻ പറ്റില്ല. 2, അപ്ലിക്കന്റ് എഗ്രി ചെയ്തിട്ടുണ്ട് ഇത് പുറത്ത് പറഞ്ഞോളാൻ. പബ്ലിക്കിന്റെ ആവശ്യമാണ് ഇത് പുറത്തറിയൽ എന്നുള്ളതെങ്കിലും അവിടെ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഇനി അഡ്ജൂഡിക്കേറ്റിംഗ് ഓഫീസറുടെ മുമ്പാകെയോ സെബിയുടെ മുമ്പാകെയോ സെറ്റിൽമെന്റ് എങ്ങനെയാണ് ചെയ്യുക? ഒന്നുമില്ല. സോ അവരാണ് എന്ത് തീരുമാനിക്കുന്നത്? സെബി അഡ്ജൂഡിക്കേറ്റിംഗ് ഓഫീസറാണ് സെറ്റിൽമെന്റ് ഡിസൈഡ് ചെയ്യുന്നത് എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ. എവിടെയൊക്കെയാണ് ഇത് പബ്ലിഷ് ചെയ്യേണ്ടത്? സെറ്റിൽമെന്റ് ഓർഡർ വന്നു കഴിഞ്ഞാൽ ആർക്കൊക്കെ കൊടുക്കണ്ടേ? അപ്ലിക്കന്റിന് കൊടുക്കണം. സെബിയുടെ വെബ്സൈറ്റിലും അത് ഡിസ്ക്ലോസ് ചെയ്തിട്ട് ഉണ്ടാവണം. ഇനി അതിന്റെ എഫക്റ്റ് എന്താണ് എന്നുള്ളതാണ് പറയുന്നത്.
Effect of settlement order on third party or other proceedings. Regulation 27. Now, ഇതെന്താ പറയണേ? നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതിന്റെ എവിഡൻസ് അല്ല സെറ്റിൽമെന്റ് ഓർഡർ. സെറ്റിൽമെന്റ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ ഒരു കേസ് ഉണ്ടായിരുന്നു, ആ കേസ് നിങ്ങൾ മുൻകൂറായിട്ട് സെറ്റിൽ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അതിൽ നിങ്ങൾ നിരപരാധിയാണ് എന്നോ അതിൽ നിങ്ങൾ കുറ്റക്കാരനാണോ എന്നോ അത് തീരുമാനിക്കുന്നില്ല. അതിനുള്ള എവിഡൻസ് അല്ല സെറ്റിൽമെന്റ് ഓർഡർ. 2, സോ ഇതില് സെബിക്ക് നെസസറി അല്ലെങ്കിൽ സെബിക്കോ ബോർഡിനോ അഡ്ജൂഡിക്കേറ്റിംഗ് ഓഫീസറിനോ നെസസറി ഒബ്സർവേഷൻസ് കൊടുക്കാം അപ്ലിക്കന്റിന്. എന്താണ് ഒബ്സർവേഷൻ? നിങ്ങൾ ഈ ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടി ശ്രദ്ധിച്ച് ചെയ്യണം, ഇന്ന കാര്യങ്ങൾ, അങ്ങനത്തെ ഒബ്സർവേഷൻസ് ആർക്ക് പറഞ്ഞു കൊടുക്കാം? അഡ്ജൂഡിക്കേറ്റിംഗ് ഓഫീസർക്കോ ബോർഡിനോ സെബിക്കോ പറഞ്ഞ് കൊടുക്കാൻ പറ്റും. ഇനി റിവോക്കേഷൻ ഓഫ് സെറ്റിൽമെന്റ് ഓർഡർ. അതായത് സെറ്റിൽമെന്റ് ഓർഡർ കൊടുത്തതിന് ശേഷം സെബി മനസ്സിലാക്കുകയാണ് ഇയാള് ഫുള്ളോ ട്രൂവോ ആയിട്ടുള്ള ഡിസ്ക്ലോഷർ അല്ല നൽകിയിട്ടുള്ളത് എങ്കിൽ സെബിക്ക് ആ സെറ്റിൽമെന്റ് ഓർഡർ റിവോക്ക് ചെയ്യാം. ഓക്കെ, ഒരു എമൗണ്ടും തിരികെ കൊടുക്കുന്നതല്ല. സെറ്റിൽമെന്റ് ഫണ്ട് കൊടുത്തത് ഒരു എമൗണ്ടും തിരികെ കൊടുക്കുന്നതല്ല. ദെൻ കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ഇൻഫോർമേഷനെ കുറിച്ചിട്ട് പിന്നെയും പറയുന്നുണ്ട്. എന്താണ്? No information received by SEBI shall be disclosed to public if the same affects the SEBI or applicant. അപ്ലിക്കന്റിനെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു കോൺഫിഡൻഷ്യൽ ഇൻഫോർമേഷനും സെബി പുറത്തോട്ട് പറയാൻ പാടില്ല. പക്ഷേ അപ്ലിക്കേഷൻ വിഡ്രോ ചെയ്യുകയോ റിജക്റ്റ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ അപ്ലിക്കന്റിനോ ബോർഡിനോ ഷാൾ റിലേ അപ്പോൺ ഓർ ഇൻട്രൊഡ്യൂസ് ആസ് എവിഡൻസ് ബിഫോർ എനി കോർട്ട് ഓർ ട്രിബ്യൂണൽ എനി പ്രൊപ്പോസൽസ് മെയ്ഡ് ഓർ ഇൻഫോർമേഷൻ സബ്മിറ്റഡ്. എന്താണ് പറയുന്നത്? സെബി അപ്ലിക്കേഷൻ വിഡ്രോ ചെയ്യുകയോ റിജക്റ്റ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ സെയിം എവിഡൻസ് വെച്ചിട്ട് അവർക്ക് കോർട്ടിനെയോ ട്രിബ്യൂണലിനെയോ അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്ത്? അപ്പീലിന് പോവാവുന്നത് ആണ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സാറ്റിലേക്ക് വന്നു. അപ്പീൽ എവിടെയാ പോവുക? സെബിയുടെ ഓർഡറുകൾക്കെതിരെയുള്ള അപ്പീലുകൾ എവിടെയാ പോവുക? സെക്യൂരിറ്റി അപ്പലേറ്റ് ട്രിബ്യൂണലിലാണ് പോവുക. സാറ്റിന്റെ കോമ്പോസിഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇതൊക്കെ ഓൾറെഡി നമ്മൾ നോക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. സോ എന്താ പറയുന്നത്? പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ജഡ്ജ് ഓഫ് ദ സുപ്രീം കോർട്ട് അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട്, അതും അല്ലെങ്കിൽ ജഡ്ജ് ഓഫ് ഹൈക്കോർട്ട് വിത്ത് 7 years ഓഫ് എക്സ്പീരിയൻസ്. ജുഡീഷ്യൽ മെമ്പേഴ്സ് ആരായിരിക്കും? ഹൈക്കോടതി ജഡ്ജ് 5 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ളവരോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ഡിസൈഡ് ചെയ്യുന്ന ആളുകളോ ആയിരിക്കും. ആരാണ് സെൻട്രൽ ഗവൺമെന്റ് ഡിസൈഡ് ചെയ്യുന്ന ആൾക്കാർ എന്ന് പറയുന്നത്? ദർ വിൽ ബി എ പേഴ്സൺ ഓഫ് ഇന്റഗ്രിറ്റി വിത്ത് നോളജ് ഇൻ ദ ഏരിയ ഓഫ് ലോ, ഫൈനാൻസ്, economics, management, accounting, etc. with 15 years of experience. Technical members ആരായിരിക്കും? സെക്രട്ടറിയോ അഡീഷണൽ സെക്രട്ടറി ഒപ്പോ ഏതെങ്കിലും ഒരു സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെയോ ആയിരിക്കും. അതല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ പേഴ്സൺ ഓഫ് ഇന്റഗ്രിറ്റി, 15 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ ഡിഫറെന്റ് ഡൊമൈൻസ്. നൗ അവരുടെ ടേം എത്രയാണെന്ന് പറയുന്നത്? 5 വർഷമാണ് ഓർ മാക്സ് ഏജ് ഓഫ് 70 years. ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്നു. റെമ്യൂണറേഷനും സെൻട്രൽ ഗവൺമെന്റ് ആണ് മേക്ക് ചെയ്യുന്നത്. നൗ എന്തിനെ കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ് അവർ ഹാൻഡിൽ ചെയ്യുക? ക്യാപിറ്റൽ മാർക്കറ്റ്സ്, ഇൻഷുറൻസ്, അതേപോലെ തന്നെ പ്രോവിഡന്റ് ഫണ്ടുകളെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ പെൻഷൻ ഫണ്ടുകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള കേസുകൾ മാത്രമാണ് അവർ ഹാൻഡിലിങ് ചെയ്യുന്നത്. നൗ അപ്പീല്, ആർക്കെതിരെയുള്ള അപ്പീലുകൾ ആ സാറ്റിനോട് പോവാ? സെബിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടോ അഡ്ജൂഡിക്കേറ്റിംഗ് ഓഫീസർക്ക് അഗെയിൻസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ PF റിലേറ്റഡ് ആയിട്ടുള്ള കേസുകളോ അതല്ലെങ്കിൽ സീറോ കൂപ്പൺ ബോൺസുകളോ IRDAയുടെ കയ്യിലോ ഉള്ള കേസുകളോ ഒക്കെയാണ് ഇതില് പോകുന്നത്. ആർക്കെതിരെ പോവാ? സാറ്റിലേക്ക് പോവാ. എപ്പോഴാണ് സാറ്റിലേക്ക് കൊടുക്കേണ്ടത്? 45 ഓർഡർ വന്ന് 45 ദിവസം കൊണ്ടാണ് സാറ്റിലേക്ക് പോകേണ്ടത്. സാറ്റിന്റെ ഓർഡറിനെതിരെ സുപ്രീം കോടതി പോകേണ്ടത് എപ്പോഴാണ്? 60 ദിവസത്തിന്റെ ഉള്ളിലാണ് പോവേണ്ടത്. നൗ റീസണബിൾ കോസ്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടൈം പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ്. നൗ 6 മാസം കൊണ്ട് സാറ്റിന് മുമ്പാകെ വരുന്ന ഒരു കേസ് ഡിസ്പോസ് ചെയ്തിട്ട് ഉണ്ടാവണം. ഓക്കെ, നൗ ഓതറൈസ്ഡ് റെപ്രസെന്റേറ്റീവിലൂടെ നിങ്ങൾക്ക് ഹാജരാവാവുന്നതാണ്. അതേപോലെ തന്നെ കമ്പനിയോ ബോഡി കോർപ്പറേറ്റോ ആണെങ്കിൽ ഡയറക്ടറോ ഓഫീസറോ ആണ് ഹാജരാവേണ്ടത്. ഓക്കെ, നൗ എപ്പോഴാണ് പ്രൊസീഡിങ്സ് ഇൻവാലിഡേറ്റ് ആവുക?
ഓക്കെ. No order of central government shall invalidate the proceedings if it is regarding. എന്താണ് പറയണത്? ഈ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ഓർഡർ വരികയാണെങ്കിൽ പോലും ഈ കേസ് ഇൻവാലിഡേറ്റ് ആകപ്പെടൂല എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. Then sittings of SAT. Either at headquarters of Mumbai or such other offices of SAT. ഒന്നെങ്കിൽ മുംബൈ ഹെഡ്ക്വാർട്ടേഴ്സിലോ അല്ലെങ്കിൽ മറ്റ് സിറ്റീസിലുള്ള ഓഫീസുകളിലോ ആയിരിക്കും ഇത് കേൾക്കുക. ഓക്കെ. ഏത് ലാംഗ്വേജിലാണ് കേസുകൾ കേൾക്കുന്നത്? ഇറ്റ് ക്യാൻ ബി എയ്തർ ഇൻ ഇംഗ്ലീഷ് ഓർ ഹിന്ദി. ഇഫ് നോട്ട് ഇൻ ദിസ് ദെൻ ഇറ്റ് ഷുഡ് ബി ട്രാൻസ്ലേറ്റഡ് കോപ്പി. അതായത് വേറെ ഏതെങ്കിലും ലാംഗ്വേജ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ട്രാൻസ്ലേറ്റഡ്. ദെൻ അപ്പീൽസ് പറയുന്നുണ്ട് എങ്ങനെയായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ഇൻ ഇംഗ്ലീഷ്, പ്രോപ്പർലി ടൈപ്ഡ്. എന്താ? cyclostyled, neatly presented. Cyclostyled. Duplicated. So duplicated or neatly presented. Okay. Now full scap paper ആയിരിക്കണം, സിംഗിൾ സൈഡ് പ്രിന്റ് ആയിരിക്കണം, ഡബിൾ സ്പേസിംഗ് ഉണ്ടായിരിക്കണം, ആർഗ്യുമെന്റ്സിനുള്ള റിപ്ലൈകളും മേക്ക് ചെയ്തിട്ടുണ്ടാവണം. നമ്മൾ ഓൾറെഡി അപ്പീലിന് പറയുന്ന പോലെ 5 കോപ്പീസ് ആണ് മേക്ക് ചെയ്യേണ്ടത്. 3 ആർക്കാണ്, 2 എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദെൻ അഡീഷണൽ കോപ്പീസ് ആർക്കൊക്കെ കൊടുക്കണ്ടേ? ഡിഫൻഡന്റിനാണ് കൊടുക്കേണ്ടത്. ഓക്കെ. ഫുൾ സ്കേപ്പ് എൻവലപ്സ് വിത്ത് നെയിംസ് ഓഫ് ഈച്ച് ഡിഫൻഡന്റ് ഉണ്ടായിരിക്കണം. അവർക്കാണ്, അതായത് എൻവലപ്പിൽ ഇട്ടിട്ടാണ് ഡിഫൻഡന്റിന് കോപ്പികൾ കൊടുക്കേണ്ടത്. ഓക്കെ. ദെൻ അപ്പീൽ പ്രസന്റേഷൻ പറയുന്നുണ്ട്. എന്താണ്? മെമ്മോറാണ്ടം ഓഫ് അപ്പീല് ആർക്ക്? സാറ്റ് രജിസ്ട്രാർക്ക് കൊടുക്കണം. ആദ്യം രജിസ്ട്രാർ മേ ഇൻസ്പെക്ട്, അക്സെപ്റ്റ്, റിജക്ട് ദ പേപ്പേഴ്സ്. ഇൻസ്പെക്ട് ചെയ്തതിനു ശേഷം എയ്തർ അത് അക്സെപ്റ്റ് ചെയ്യുകയോ റിജക്ട് ചെയ്യുകയോ ചെയ്യണം. നൗ പേപ്പേഴ്സ് ആർ ഇൻ ഓർഡർ. ഓക്കെ. പേപ്പേഴ്സ് ഓർഡർ ആണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യും. പേപ്പേഴ്സ് വിത്ത് ഫോർമൽ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. മിസ്റ്റേക്സ് നോർമൽ അല്ല എന്നുണ്ടെങ്കിൽ അത് റിജക്ട് ചെയ്യും. എന്തൊക്കെയാണ്? പ്രോപ്പർ ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും. മിസ്റ്റേക്സ് ഫോർമൽ അല്ല എങ്കിൽ അതെന്ത് റെക്ടിഫൈ ചെയ്യാൻ പറയും. ഇൻഫോർമൽ ആണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? റിജക്റ്റ് ചെയ്യും. ടൈം പീരിയഡിനുള്ളിൽ ഡോക്യുമെന്റ്സ് നമ്മൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ രജിസ്ട്രാർ എന്ത് ചെയ്യും? റിജക്ട് ചെയ്യും. Now, order of the registrar can be appealed before the presiding officer of the SAT. എത്ര ദിവസത്തിനുള്ളിലാ? 15 ദിവസം. എന്താണ്? അതായത് 2 തസ്തികകളാണ്. ആദ്യം രജിസ്ട്രാർ, പിന്നെ പ്രിസൈഡിംഗ് ഓഫീസർ ആണ് സാറ്റിലുള്ളത്. രജിസ്ട്രാർ റിജക്ട് ചെയ്താലും ഇത് ആരെടുത്തൊക്കെ കൊണ്ടുപോവാം? അപ്പീൽ കൊടുക്കാം പ്രിസൈഡിംഗ് ഓഫീസറിന് 15 ദിവസം ശേഷം. റിലവന്റ് കോസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അയാൾ അത് അക്സെപ്റ്റ് ചെയ്യും. നൗ പെനാൽറ്റി പറയുന്നുണ്ട്. എത്രയാണ്? അപ് ടു 1 lakh ആണ് കേസ് എന്നുണ്ടെങ്കിൽ അതിന്റെ ഫീസ് എത്രയാണ്? അതായത് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ 10,000 വരെയുള്ള പെനാൽറ്റി ഉള്ള ഇമ്പോസ് ചെയ്ത കേസാണെങ്കിൽ ഫീസ് കൊടുക്കേണ്ടത് 500 രൂപയാണ്. 10,000 മുതൽ 1 ലക്ഷം വരെ ഉള്ളതാണെങ്കിൽ 1200 രൂപയാണ്. എബവ് 1 lakh ആണെന്നുണ്ടെങ്കിൽ 1200 പ്ലസ് എല്ലാ 500 രൂപയും 1 ലക്ഷം രൂപയ്ക്കോ അല്ലെങ്കിൽ പാർട്ട് ദെയറോഫിനോ കൊടുക്കേണ്ടി വരും. നൗ മെമ്മോറാണ്ടത്തിന്റെ കണ്ടന്റ്സ് എന്താണെന്നാ പറയണേ? ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. എന്താണത്? അലിഗേഷനും അതിനുള്ള പണിഷ്മെന്റും ഉണ്ടാവും. ഓക്കെ. അതേപോലെ തന്നെ അത് സീരിയലി നമ്പേർഡും ആയിരിക്കണം. ഓക്കെ. നൗ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് മെമ്മോറാണ്ടം ഓഫ് അപ്പീലില് ഒപ്പം ഉണ്ടാവേണ്ടത്? 5 കോപ്പീസ് നമുക്കറിയാം. ഇതിൽ 3 കോപ്പീസ് രജിസ്ട്രാറും സാറ്റിനും ഉള്ളതാണ്. അതേപോലെ തന്നെ മറ്റത് ഡിഫൻഡന്റിന് ഉള്ളതുമാണ്. പ്ലൂറൽ അപ്പീൽസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. സിംഗിൾ അപ്പീൽ അണ്ടർ സിംഗിൾ ഓർഡർ അൺലെസ് ഓൾ ഓർഡേഴ്സ് ആർ കോൺസിക്വന്റഡ് ഓർ
കണക്റ്റഡ്. അതായത് എല്ലാ കേസുകളും ഒരേ രീതിയിലുള്ള കേസുകളാണ് നിങ്ങൾക്കെതിരെ എങ്കിൽ യു ക്യാൻ ഗിവ് എ സിംഗിൾ അപ്പീൽ. അല്ല ഡിഫറെന്റ് ആണെങ്കിൽ യു ക്യാൻ ഗിവ് എ പ്ലൂറൽ അപ്പീൽ. അതായത് 2 അപ്പീലുകൾ, ഓരോ കേസിനും ഡിഫറെന്റ് അപ്പീലുകൾ കൊടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. നൗ നോട്ടീസ് ഓഫ് അപ്പീൽ ടു ദ റെസ്പോണ്ടന്റ്. ഓക്കെ, അപ്പൊ എന്താ ഈ അപ്പീൽ കൊടുത്ത പ്ലെയിന്റിഫിന് ആര് കത്തയക്കും? രജിസ്ട്രാർ കത്തയക്കും. എന്താ പറയണേ? നിങ്ങൾ അവിടെ താഴെ സെബിയുടെ ഓർഡർ വാങ്ങിയ പാർട്ടി ഞങ്ങൾക്കൊരു അപ്പീൽ തന്നിട്ടുണ്ട്, ഈ കേസ് പുനരാരംഭിക്കാൻ അല്ലെങ്കിൽ ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി അപ്പീൽ തന്നിട്ടുണ്ട് എന്ന് ആർക്ക് അറിയിക്കും? റെസ്പോണ്ടന്റിനെ അറിയിക്കും. അതായത് ശിക്ഷ വിധിക്കപ്പെട്ട വ്യക്തിയാണ് അപ്പീലിന് പോവുക. എനിക്കെതിരെ ഒരു ശിക്ഷ വന്നു, സെബി ഓർഡർ ഇറക്കി. അപ്പൊ എന്താ, ഈ ഒരു പാർട്ടി, ഈ പ്ലെയിന്റിഫും ഞാൻ ഡിഫൻഡന്റും ആണെങ്കിൽ ഞാനാണ് അപ്പീൽ കൊണ്ടുപോകുന്നത് സാറ്റിലേക്ക്. ഞാൻ അവിടെ അപ്പീൽ കൊടുത്താൽ രജിസ്ട്രാർ എന്ത് ചെയ്യും? അനക്ക് നോട്ടീസ് അയക്കും. നിങ്ങൾ വിജയിച്ച കേസിൽ ഈ പാർട്ടി സാറ്റിലേക്ക് അപ്പീൽ തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഇതെങ്ങനെ കൊടുക്കണം? ഹാൻഡ് ഡെലിവേർഡോ സ്പീഡ് പോസ്റ്റോ രജിസ്റ്റേർഡ് പോസ്റ്റോ ആയിട്ട് വേണം കൊടുക്കാൻ. അപ്പൊ അവിടെ എന്ത് ചെയ്യും? റെസ്പോണ്ടന്റ് റിപ്ലൈ ചെയ്യും. റെസ്പോണ്ടന്റ് സബ്മിറ്റ്സ് ഹിസ് റിപ്ലൈ ബിഫോർ സാറ്റ് വിത്തിൻ 30 days ഓഫ് റിസീപ്റ്റ്. 30 ദിവസത്തിനുള്ളിൽ റെസ്പോണ്ടന്റ് റിപ്ലൈ ചെയ്യും. കോപ്പി ഓഫ് ദ റിപ്ലൈ ഷുഡ് ബി പ്രൊവൈഡഡ് ടു ദ അപ്ലിക്കന്റ്. അപ്പീൽ ചെയ്ത ആൾക്ക് റെസ്പോണ്ടന്റിന്റെ റിപ്ലൈ കൊടുക്കണം. ദെൻ റിപ്ലൈ ഓൾസോ ബി മെയ്ഡ് ഇൻ 5 copies. ഓക്കെ, ദെൻ ഡേറ്റ് ഓഫ് ഹിയറിംഗ്. ഈ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞാൽ സാറ്റ് എന്ത് പ്രഖ്യാപിക്കും? ഹിയറിംഗിന്റെ ഡേറ്റുകൾ ബോത്ത് പാർട്ടീസിനെയും അറിയിക്കും. ഇനി ഹിയറിംഗിന്റെ കേസിൽ എന്താ പറയണേ? 2 പാർട്ടിയും പ്രസന്റ് ആയിരിക്കേണ്ടതാണ്, എയ്തർ ത്രൂ പ്രൊഫഷണൽ ഓർ റെപ്രസെന്റേറ്റീവ്. ഓക്കെ, അപ്പല്ലന്റ് പ്രസന്റ് അല്ലെങ്കിൽ എന്ത് ചെയ്യും? മാറ്റർ ഡിസ്മിസ് ചെയ്യും. അല്ലെ, ഡിഫൻഡന്റിന് ഇത് പ്രൂവ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ പിന്നെ ആ മാറ്റർ അവിടെ എടുത്തേണ്ട ആവശ്യമില്ല. ഡിഫൻഡന്റ് വന്നിട്ടില്ല, അതായത് അപ്പീൽ ചെയ്യുന്ന ആളാണ് അപ്പല്ലന്റ്. അപ്പല്ലന്റ് ആരായിരിക്കും? ഡിഫൻഡന്റ് ആയിരിക്കും. ഡിഫൻഡന്റ് അവിടെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കേസ് ഡിസ്മിസ് ചെയ്യും. ദെൻ ഇഫ് റെസ്പോണ്ടന്റ് ഈസ് നോട്ട് പ്രസന്റ്, അതെന്ത് ചെയ്യും? എക്സ് പാർട്ടി ആയിട്ട് കൺസിഡർ ചെയ്യും. ദെൻ ഡ്രസ് കോഡിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് അവിടെ പറയണേ? ബ്ലാക്ക് പാന്റ് ആയിരിക്കണം, വൈറ്റ് ഷർട്ട് ഓർ ബ്ലാക്ക് കോട്ട്. ഓക്കെ, ഇതാരാണിത്? ഇതാരാ? ആരാ? TM ടെക്നിക്കൽ മെമ്പർ, പ്രിസൈഡിംഗ് ഓഫീസർ, ജുഡീഷ്യൽ മെമ്പർ. എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത്. എങ്ങനെയാണ്? ബ്ലാക്ക് പാന്റ്, വൈറ്റ് സ്യൂട്ട്, ബ്ലാക്ക് കോട്ട്. ഈ റെപ്രസെന്റേറ്റീവ് വെസ്റ്റേൺ ഫോർമൽസ്, ഒന്നെങ്കിൽ അത്, അല്ല ഇന്ത്യൻ ഫോർമൽസ് ആണെങ്കിൽ കുർത്ത ഓർ പൈജാമ, അതും അല്ലെങ്കിൽ ധോത്തി വിത്ത് എ കോട്ട്. ഫീമെയിൽ മെമ്പേഴ്സ് ആണെങ്കിൽ ഇന്ത്യൻ ഫോർമൽസ്, സാരി വിത്ത് എ ബ്ലാക്ക് കോട്ട് ഓർ വെസ്റ്റേൺ ഫോർമൽസ്. ഇതാ ഇട്ടിട്ടായിരിക്കണം വരേണ്ടത്. ദെൻ ഓർഡർ ടു ബി സൈൻഡ് ആൻഡ് ഡേറ്റഡ്. ഓരോ ഓർഡർ പ്രഖ്യാപിക്കുമ്പോൾ പ്രിസൈഡിംഗ് ഓഫീസർ ആൻഡ് 2 other members അത് സൈൻ ചെയ്തിട്ടുണ്ടാവണം. ഇൻ കേസ് പ്രിസൈഡിംഗ് ഓഫീസർ ഇല്ലെങ്കിൽ എനി അതർ മെമ്പർ ഷുഡ് ബി ഓതറൈസ്ഡ്. ഇനി പബ്ലിക്കേഷൻ ഓഫ് ഓർഡർ ആണ് പറയുന്നത്. സോ ഏതെങ്കിലും പ്രസ്സുകളിലോ ജേർണലിലോ ഈ ഓർഡർ പബ്ലിഷ് ചെയ്യണം. അതായത് പ്രിസൈഡിംഗ് ഓഫീസറുടെ ഓർഡർ എവിടെ പബ്ലിഷ് ചെയ്യണം എന്ന് പറയുന്നത്? പ്രസ്സിലോ ജേർണലിലോ പബ്ലിഷ് ചെയ്യണം. അതേപോലെ തന്നെ ഇത് ഈ ഓർഡർ ആരെ കൂടെ അറിയിക്കണം? സെബിനെയും അഡ്ജൂഡിക്കേറ്റിംഗ് ഓഫീസറെ കൂടെ അറിയിച്ചിട്ടുണ്ടാവണം. ഇനി ഇൻസ്പെക്ഷൻ, ഈ ഓർഡർ ഇൻസ്പെക്ട് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, ഓരോ മണിക്കൂറിന് 20 രൂപ കൊടുക്കുക, അല്ലെങ്കിൽ പാർട്ട് ദെയർ ഓഫിന് കൊടുക്കുക. മിനിമം 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഓർഡർ ഇൻസ്പെക്ട് ചെയ്യാം. ഇനി അല്ല, അത് ഫോളിയോയിൽ കിട്ടണമെങ്കിൽ എങ്ങനെയാണ് വേണ്ടത്? 5 രൂപ കൊടുക്കുക. പോർട്ട്ഫോളിയോ അതിന്റെ കോപ്പി നമുക്ക് കിട്ടണമെങ്കിൽ 5 rupees കൊടുത്താൽ കിട്ടും. അല്ല ടൈപ്പ്ഡ് ഫോളിയോ ആണെങ്കിൽ 10 രൂപ കൊടുക്കണം. ദെൻ അഡീഷണൽ ഫങ്ഷൻസ് ഓഫ് എ രജിസ്ട്രാർ. രജിസ്ട്രാറിന്റെ അഡീഷണൽ ഫങ്ഷൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എന്തൊക്കെയാണത്? അപ്പീൽ സ്വീകരിക്കുക, അപ്ലിക്കേഷൻ സ്വീകരിക്കുക, കോപ്പീസ് ഓഫ് ഓർഡർ കൊടുക്കുക, 2 സമൻ ചെയ്യുക. ഓക്കെ, അപ്പീലിന്റെ ഡേറ്റുകൾ പ്രഖ്യാപിക്കുക, ഇൻസ്പെക്ഷൻ തീരുമാനിക്കുക, കോർട്ട് ഓർഡറുകളുടെ കോപ്പീസ് കളക്ട് ചെയ്യുക, റെസ്പോണ്ടന്റിന്റെ റിപ്ലൈകൾ വാങ്ങുക, ബെഞ്ചുകൾ ഫില്ല് ചെയ്യുക, അതായത് ജുഡീഷ്യൽ ബെഞ്ചുകൾ
ഫില്ല് ചെയ്യുക. ഇതൊക്കെ ആരുടെ ഉത്തരവാദിത്തപ്പെടുന്ന? രജിസ്ട്രാറിന്റെ ഉത്തരവാദിത്തത്തിൽ പെടുന്നതാണ്. നൗ സീലും എംബ്ലവും, രജിസ്ട്രാറിന്റെ സീലും എംബ്ലവും, ഓർഡറിൽ പ്രഖ്യാപിക്കുന്ന സീലും എംബ്ലവും എങ്ങനെയായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ഗിവൺ ബൈ ദി സെൻട്രൽ ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റ് പറയുന്ന രീതിയിൽ ആയിരിക്കണം. സാറ്റിന്റെ ഏതെങ്കിലും ഒരു ഓർഡർ നിങ്ങൾ അഗ്രീവ്ഡ് ആണെങ്കിൽ 60 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് സുപ്രീം കോടതിയിലേക്ക് പോവാം. സഫീഷ്യന്റ് കോസ് ഉണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി എക്സ്റ്റെൻഡഡ്. ക്ലിയർ ആണോ? Yes.